വ്യൂവേഴ്സ്, ഞാൻ അരീബ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കറിയാം, ആൺ പെൺ വ്യത്യാസമില്ലാതെ ലഹരി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. തലമുറ എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് പ്രായമായൊരു ഈ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ലഹരിക്ക് അടിമയായ, പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമില്ലാത്ത ഒരുപാട് ചെറുപ്പക്കാരുടെ പ്രതിനിധികളായിട്ടുള്ള, വളരെ കുറച്ച് ചെറുപ്പക്കാരുമായിട്ടുള്ള എൻ്റെ ഒരു ജീവിതാനുഭവമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആദ്യമായിട്ട് ഈ ഒരു ചെറുപ്പക്കാരനെ ഞാൻ കാണുന്നത്, ഞാൻ ഫാർമസിയിൽ ഇരുന്നപ്പോൾ, എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന ബ്രാൻഡ് പെയിൻ കില്ലർ വേണം. അപ്പം ഞാൻ ചോദിച്ചു പ്രിസ്ക്രിപ്ഷൻ എവിടെയാണ്? അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ എനിക്ക് മറ്റ് ഫാർമസിയിൽ നിന്നൊക്കെ തന്നിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ തരാൻ പറ്റത്തില്ല, ഈ ടാബ്ലറ്റ് കിട്ടണമെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ നിർബന്ധമാണ് എന്ന് സീനിയർ ഫാർമസിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, സോ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ എടുത്തിട്ട് വരാം, എൻ്റെ അടുത്ത് നിന്ന് കിട്ടൂല എന്ന് കണ്ടപ്പോൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത് ആളൊരു നമ്പർ ഇറക്കിയിട്ടോ, നല്ല വേദന ഉള്ളതുകൊണ്ടോ ഒന്ന് തരാൻ പറ്റുമോ ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു എവിടെയാണ് വേദന ഉള്ളത്? അപ്പോൾ എനിക്ക് കൈ കാണിച്ചു തന്നു കേട്ടോ. കയ്യിൽ കുറച്ച് ഒരു കമ്പിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു പാടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഇതിലിപ്പോൾ വേദന ഉണ്ടാവും, കാരണം വർഷങ്ങൾ പഴക്കമുള്ളൊരു പാടാണത്. അപ്പോൾ അത് നല്ല വേദനയുണ്ട്. അപ്പോൾ തന്നെ ആ ഒരു ആളൊരു എന്തോ ഒരു ദുരുദ്ദേശമുള്ള പോലെ എനിക്ക് തോന്നുകയുണ്ടായിട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു എന്തായാലും തരാൻ പറ്റില്ല, പ്രിസ്ക്രിപ്ഷൻ എടുത്ത് വന്നാൽ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ അവിടുന്ന് പോയിട്ടോ. അപ്പോൾ ഞാനിത് മറ്റ് ഫാർമസിസ്റ്റുകളായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ എൻ്റെ അടുത്തൊരു ഫാർമസിസ്റ്റ് പറഞ്ഞു, ഈ ടാബ്ലറ്റ്, ഈ എന്താ പറയുക ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, അതായത് നമ്മളെ 7up, കൊക്കക്കോള ഇങ്ങനത്തെ സാധനത്തിലൊക്കെ ഇട്ടിട്ട് കുടിച്ചാൽ ഭയങ്കര കിക്കാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന്. അതായത് ചെറുപ്പക്കാർ ഇതിങ്ങനെയൊക്കെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടാബ്ലറ്റ്. അപ്പം അതറിഞ്ഞപ്പം എന്തായാലും കൊടുക്കാത്തത് നന്നായി എന്നുള്ള സമാധാനത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്തെ ഡേ ആയിട്ട് ആയപ്പോഴേക്കും ഈ ചെറുപ്പക്കാരൻ പ്രിസ്ക്രിപ്ഷനായിട്ട് വന്നു കേട്ടോ. കൊണ്ടുവന്ന പ്രിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ടാബ്ലറ്റ് തന്നെ ഒരു പെയിൻ കില്ലറാണ്, പിന്നെ ഡോക്ടർ എഴുതിയ കുറച്ച് മെഡിസിൻസ്, അതിൻ്റെ താഴെ വീണ്ടും ഈ നേരത്തെ ചോദിച്ച പെയിൻ കില്ലർ വരാൻ ചാൻസസ് ഇല്ല. കാരണം 2 പെയിൻ കില്ലർ ഒരു ഡോക്ടർ അങ്ങനെ എഴുതേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇതെന്താ ഇങ്ങനെയെന്ന് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു കേട്ടോ. ആൾക്ക് അതിൻ്റെ മുന്നുള്ള സാധനങ്ങൾ പെയിൻ കില്ലർ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ബോധമില്ല, അവരവിടെ എഴുതി ചേർത്തതാണ്. കാരണം അതുവരെയുള്ള ഡോക്ടറുടെ ഹാൻഡ് റൈറ്റിങ്ങും ഈ ലാസ്റ്റ് ചേർത്ത ഈ ഒരു ടാബ്ലറ്റും തമ്മിൽ ഹാൻഡ് റൈറ്റിംഗ് നല്ല മാറ്റമുണ്ട്. ഈ ഒരു ടാബ്ലറ്റിൻ്റെ പേര് അതിൽ എഴുതി ചേർത്തതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു ഇത് തരാൻ പറ്റത്തില്ല. അപ്പം അത് ഡോക്ടറെ അടുത്ത് പിന്നെ വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സാറ് എഴുതി ചേർത്ത് തന്നെയാണ്. ഞാൻ ചോദിച്ചു എന്നാൽ ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ. അപ്പോൾ ആളൊന്ന് തത്തിക്കളിച്ചിട്ട് അങ്ങനെ പോയി. അങ്ങനെ അന്ന് ഈവനിങ് ആയപ്പോഴേക്കും ഒരു ഹിന്ദിക്കാരൻ സെയിം പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവന്നു കേട്ടോ. ഈ പ്രിസ്ക്രിപ്ഷൻ ഓൾറെഡി എൻ്റെ മനസ്സിലങ്ങ് പതിഞ്ഞതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ്റെ ഫോട്ടോ എടുക്കുകയുണ്ടായിരുന്നു. അതുപോലെ ഈ ചെറുപ്പക്കാരൻ്റെ ഫോട്ടോയും ഞാൻ എടുക്കുന്ന കണ്ടപ്പോഴായിട്ട് ആളവിടുന്ന് പെട്ടെന്ന് എസ്കേപ്പായി. ഞാൻ ആളെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആളവിടുന്ന് പെട്ടെന്ന് എസ്കേപ്പായി. അങ്ങനെ ഹിന്ദിക്കാരൻ വന്നു. ഹിന്ദിക്കാരനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത് തരാൻ പറ്റത്തില്ല. പക്ഷെ ആൾക്ക് എൻ്റെ ഭാഷ മനസ്സിലാവാത്തതുകൊണ്ട്, കാരണം ഫാർമസിയിൽ ജീവിച്ചു പോകാൻ വേണ്ടി എനിക്ക് കുറച്ച് ഹിന്ദി വേർഡ്സേ അറിയുള്ളൂ. ദർദ്, ബുക്കാർ, കുജലി, ഛർദി, ഇങ്ങനത്തെ തൊടമാലും പറഞ്ഞാൽ മതി, അത്ര ഹിന്ദി എനിക്കറിയുള്ളൂ. അപ്പോൾ എൻ്റെ ആ ഹിന്ദിയും ആ ഹിന്ദിക്കാരൻ്റെ ഹിന്ദിയും മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയതാണോ എന്താ അറിയില്ല. എന്തായാലും ഹിന്ദിക്കാരൻ ക്ലിനിക്കിൽ നമ്പർ മേടിച്ചിട്ട് പോയി. അങ്ങനെ ഇവർ നമ്പറൊക്കെ മേടിച്ചിട്ട് പോയി. കുറച്ച് കഴിഞ്ഞാൽ കോൾ വന്നു കേട്ടോ. കോൾ വന്നപ്പോൾ വിളിക്കുന്നത് ഒരു ചെറുപ്പക്കാരനാണ്. അത് ഇനിയിപ്പോൾ ആദ്യം വന്ന് ചെറുപ്പക്കാരനാണോ അതോ ഇനി അവരെ കൂട്ടത്തിലുള്ള മറ്റേതെങ്കിലും ചെറുപ്പക്കാരാണോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു ചെറുപ്പക്കാരനാണ് വിളിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ആ സാധനം വന്നിട്ടുണ്ടോ, സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. ഹിന്ദിക്കാരൻ്റെ അടുത്ത് ഞാൻ സ്റ്റോക്ക് ഔട്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. കാരണം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി എന്ന് ഞാൻ സീനിയർ ഫാർമസിസ്റ്റിനെ അറിയിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത് സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ മതിയല്ലോ, നമ്മൾ എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത്, എന്തായാലും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അപ്പം നമ്മൾ സ്റ്റോക്ക് ഔട്ടാണ് പറഞ്ഞാൽ മതി. നമ്മളടുത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ പിന്നെ ഇങ്ങനെ ആളുകളെ വിട്ട്
ആകെ നമ്മൾ ബുദ്ധിമുട്ടിലാക്കാൻ വരും. അതുകൊണ്ട് സ്റ്റോക്ക് ഔട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ആ സ്റ്റോക്ക് മെഡിസിൻ വന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് അന്ന് ഈവനിങ്ങോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമായിട്ട് ഇതുപോലെ ഒരു ചെറുപ്പക്കാരൻ എൻ്റെക്ക് വിളിച്ചു കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾക്ക് ഈ ടാബ്ലറ്റ്? കാരണം എനിക്ക് ഇത് 3 കേസും അറ്റൻഡ് ചെയ്തത് ഞാനായതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേറെ എന്തോ ആവശ്യത്തിനുള്ളതാണ്. അപ്പോൾ ആള് എന്നാൽ പിന്നെ എന്നെ സോപ്പിട്ടിട്ട് അതെങ്ങനെയെങ്കിലും കൈക്കലാക്കാന്നുള്ള ഒരു രീതിക്കായിട്ടോ ആളുടെ ടോണ്. ഞാൻ കുറച്ചൊക്കെ കോള് റെക്കോർഡാക്കിയിട്ടുണ്ടായിരുന്നു. പകുതി എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3/4 മണിക്കൂറോളം ഞാൻ ആ ചെറുപ്പക്കാരനായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഓർഡറിൽ പറയാൻ എനിക്ക് ഓർത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓർത്തെടുത്ത് പറയാണ്. എൻ്റെ അടുത്ത് ചോദിച്ചു, ഞങ്ങളൊക്കെ ഭൂമിക്കൊരു ഭാരമാണ് ആ ഒരു രീതിക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞങ്ങൾ പറയുമ്പോൾ ഒരുപാട് പേരുണ്ടോ നിങ്ങളിങ്ങനെ ഉപയോഗിക്കുന്നത്? അപ്പോൾ ഇവരെ കൂട്ടത്തിൽ തന്നെ ഏതോ ഒരു ചെറുപ്പക്കാരൻ മരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഉപയോഗിച്ചിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയാണ് തീർന്നല്ലോ, അവനിപ്പോൾ ഒന്നും അറിയണ്ടല്ലോ, ആ ഒരു രീതിക്കുള്ള ടോക്കൊക്കെ കേട്ടോ. അതേ സെയിം സമയത്ത് തന്നെയായിരുന്നു ഞങ്ങളിവിടെ ഒരു ചെറിയൊരു കുട്ടിക്ക് സെയിം ഡേയിൽ തന്നെ ഞങ്ങളെ നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് SMA രോഗം ബാധിച്ച ഒരു കൊച്ചു കുട്ടിക്ക് വേണ്ടിയിട്ട് പിരിവ് നടത്തുന്നുണ്ടായിരുന്നു. ഒരു ചായപ്പീടിയക്കാർ അവർ ചായയും അതുപോലെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വഴിയിലൂടെ പോകുന്ന വണ്ടിയിലെ ആളുകൾക്ക് കൊടുക്കുന്നു. അവർ പിരിവ് തരുന്നു. അതുപോലെ ഞങ്ങൾ ക്ലിനിക്കിൻ്റെ സൈഡിൽ നിന്ന് BP ഷുഗറും ഒക്കെ നോക്കി കൊടുക്കുന്നു, ഫ്രീ ആയിട്ട് നോക്കിയെടുക്കുന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ അവർ നമ്മളെ ബക്കറ്റിലിടുന്ന ക്യാഷ്. അപ്പോൾ ഇങ്ങനെ പല രീതിക്ക് ഒരു നാട് തന്നെ ഒപ്പം നിന്നിട്ട് പിരിവ് നടത്തുന്നുണ്ടായിരുന്നു ഒരു കൊച്ചുകുട്ടിയുടെ ജീവന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതേ സെയിം ഡേയിൽ ഇവരെ സ്വന്തം ഹെൽത്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ റിസ്ക് എടുത്തു. ഒരു തവണ ഇല്ല പറഞ്ഞു, 2 തവണ ഇല്ല പറഞ്ഞു, 3 തവണ സ്റ്റോക്ക് ഔട്ട്, 3ാമത്തെ തവണ സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ടും വീണ്ടും ഇവർ 4ാമത്തെ തവണയാണ് എന്നെ വിളിക്കുന്നത്. കോളിൽ ആ ഹിന്ദിക്കാരന് കൊടുത്ത കോളിൽ നിന്ന് വിളിച്ചത് ഒരു മലയാളി ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ഭയങ്കര വിഷമങ്ങളാണ്, വീട്ടുകാരെ ടോർച്ചറാണ്, ഈ സമൂഹം തന്നെ അവരെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിലോട്ടൊക്കെയുള്ള സംസാരം കേട്ടോ. അപ്പം ഞാൻ ചെറുപ്പത്തിൽ അവർ വളരെ കഷ്ടപ്പെട്ട് വളർത്തിയായിരിക്കും പാരൻസ്, പിന്നീട് എപ്പോഴോ ആയിരിക്കുമല്ലോ ആ ഒരു പിടി വിട്ടിട്ടുണ്ടാവുക. അത് ഒരുപക്ഷെ ഈ പാരൻസ് പോലും അറിയുന്നുണ്ടായിരിക്കില്ല നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യത്തിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ പറയാം, അവർക്കെല്ലാവർക്കും വിജയിച്ചവരെ മതി, സക്സസ്ഫുൾ ആയവരെ മതി. സത്യത്തിൽ ഇതൊന്നുമല്ല കേട്ടോ, ഇതൊക്കെ സെൻറ്റിമെൻ്റലി അവരെ ഇറക്കിയതാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ഈ ഒരു ടാബ്ലറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ ഒരു ഫ്രണ്ട്ലി വൈബിൽ ഇവരെടുത്ത് ഇവരെങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സംസാരിക്കുകയുണ്ടായി കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു മൈൻഡിൽ ഇവരിതുപോലെ എന്തോ 7-അപ്പിലോ കൊക്കോക്കോളയിലോ എന്തോ മിക്സ് ചെയ്തിട്ട് കുടിക്കുകയായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഷോക്കിംഗ് ആയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരിത് പൊടിച്ചിട്ട് വെയിലോട്ട് സിറിഞ്ച് വഴി കുത്തിക്കയറ്റുകയാണ് പോലും ചെയ്യുക. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വെയിന് കിട്ടിയെന്ന് എങ്ങനെ കൺഫേം ചെയ്യുക, നരമ്പ് കിട്ടിയെന്ന് എങ്ങനെ കൺഫേം ചെയ്യുക? ലാബ് ടെക്നീഷ്യന്മാരും നേഴ്സുമാരും ഞങ്ങളൊക്കെ ഇത് ചില വീക്കായ പേഷ്യൻസിനൊക്കെ നമുക്ക് കിട്ടാതൊക്കെ വരില്ലേ ചില സിറ്റുവേഷനിൽ. അപ്പോൾ ഇവർക്കിതൊന്നൊരു വിഷയമല്ല, അവർക്കിതൊക്കെ കിട്ടുന്നുണ്ട്, അതൊക്കെ കിട്ടും, ഈസി ആയിട്ട് കിട്ടുമല്ലോ. പിന്നെ എന്താ വെച്ചാൽ അപ്പം ഞാൻ ചോദിച്ചു, ഇത് നരമ്പാന്ന് എങ്ങനെ കൺഫേം ചെയ്യുക, മസിലിലോട്ട് പോയാൽ കടച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് നമ്മൾ സിറിഞ്ച് ബാക്കോട്ട് വലിച്ചാൽ ബ്ലഡ് വന്നാൽ പിന്നെ വെയിനാണ്. അപ്പോൾ അതുവരെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. +2 പഠനം നിർത്തിയ ചെറുപ്പക്കാരന് +2 പഠനം നിർത്തിയ അങ്ങനെ എന്തോ ഒന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ, കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അവർക്ക് ഇത് വെയിന് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. ഇതിന് പ്രത്യേകിച്ച് കോഴ്സിൻ്റെ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ചോദിച്ചു, ഇതിന് പൊടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്താ സംഭവിക്കുക, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ടാബ്ലറ്റ് എങ്ങനെ പൊടിച്ചാലും ഇവർ സ്റ്റെറൈൽ വാട്ടറിൽ മിക്സ് ചെയ്തിട്ടാണ് പോലും ഇതാക്കുക. അപ്പോൾ എന്നോട് പറയാം, അതിൽ കോട്ടൺ ഇട്ടാൽ മതിയെന്ന്. എന്താ അതിൻ്റെ സെറ്റപ്പ് എന്തൊക്കെയല്ല, കോട്ടൺ ഇട്ടാൽ പൊടി കയറില്ല പോലും. ഇങ്ങനെ എല്ലാത്തിനും അവരുടെ കയ്യിൽ സൊല്യൂഷൻസ് ഉണ്ട്. എന്ത് പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാർ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവുന്നില്ല. എനിക്ക് ആദ്യം തന്നെ അറിയായിരുന്നു, കാരണം അതിനഡിക്റ്റായവരെ ഞാനൊന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ശരിക്കും അവർക്ക് കൗൺസിലിങ്ങും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയുകയുണ്ടായി, ഇത് നിങ്ങൾക്കൊരു കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ തന്നാൽ നിങ്ങൾക്ക് നന്നാവാൻ താല്പര്യമുണ്ടോ?
അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറുപ്പക്കാരെ ഫോൺ മേടിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, നന്നാവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റണ്ടേ, ഇതിൽ നിന്നൊന്ന് കഴിച്ചിലാവണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ റിസ്കിൽ കൗൺസിലിങ്ങിന് ചേരാൻ റെഡിയാണോ? അപ്പം അതിനൊന്നും താല്പര്യമില്ല. അപ്പം ഇത് വിടാതെ ഇവർ പിന്നാലെ കൂടുന്നു കണ്ടപ്പോൾ അവർ ഇതുപോലെ ഫോൺ കട്ട് ചെയ്ത് പോയിട്ടോ. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്നെ എങ്ങനെയെങ്കിലും സോപ്പിട്ടിട്ട് സാധനം കിട്ടണം എന്നായിരുന്നു. പക്ഷെ അത് കിട്ടില്ല എന്ന് കണ്ടപ്പം അവർ നൈസായിട്ടാണ്ട് നിർത്തി. പക്ഷേ അവർക്ക് നന്നാണെന്നൊരു ഉദ്ദേശമില്ല. അവർക്ക് എന്നല്ല, ഈ ലഹരി ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാലോ ഇത് മോശമായ ഒരു കാര്യമാണ്. നമ്മൾ ഈ എത്ര പുറത്തുള്ളവർ എന്ത് ഉപദേശിച്ചിട്ടും കാര്യമില്ല. ഉള്ളിൽ നിന്നൊരു തോട്ട് വരണം, ഞാൻ ഇതിലോട്ട് പോകരുത്, ഞാൻ ഇതിലോട്ട് വീയരുത് എന്ന് സ്വയം ഒരു ബോധം ഉണ്ടെങ്കിൽ ആർക്കും എന്താ പറയുക, അതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടു വരാൻ പറ്റുള്ളൂ. ഏറ്റവും എനിക്ക് ഈ ലഹരി ഉപയോഗിക്കുന്നതിൽ മറ്റ് ലഹരികളെ കേസൊക്കെ പല പ്രശ്നങ്ങളും പറയില്ലേ, ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും വൃത്തികേടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അത് സിഗരറ്റ് വലിയാണ്. അത് സിമ്പിളാക്കി അത് നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. സമൂഹത്തിലെ വലിയ വലിയ മാന്യന്മാരൊക്കെ അവരുടെ ഹീറോയിസം പോലെയാണ് സിഗരറ്റൊക്കെ വലിക്കുന്നത്. പൊതുയിടത്ത് സിഗരറ്റ് വലിക്കുക, അത് വലിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ചില അച്ഛന്മാർ വീട്ടിലിരുന്നിട്ട് വലിക്കും. അത് തെറ്റല്ല. കുട്ടികൾ ഈ പറഞ്ഞ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് ഇവർ വലിക്കുന്ന സിഗരറ്റും തെറ്റ് തന്നെയാണ്. ഇവർ ഈ വലിച്ചു വിടുമ്പോൾ ഒരു 40% ഇവരുടെ ഉള്ളിലോട്ട് പോയാലും 60% ഇത് പുറത്തോട്ടാണ് പോകുന്നത്. ഇത് പുറത്തോട്ട് പോകുമ്പോൾ അത് ചുറ്റുള്ള കൊച്ചു മക്കളൊക്കെ വീട്ടിൽ അച്ഛന്മാരുടെ സ്നേഹത്തോടെ അച്ഛൻ്റെ മടിയിൽ കയറി ഇരിക്കുന്ന മകൾ അതിൻ്റെ 60% ഉള്ളിലോട്ട് എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വൃത്തികെട്ട സ്വഭാവങ്ങൾ, അങ്ങനെ തന്നെ പറയും, ലഹരി ഉപയോഗിക്കുന്നതിൽ ഏറ്റവും വൃത്തികെട്ട സ്വഭാവം അത് സിഗരറ്റ് വലിയാണ്. ബാക്കിയുള്ളതൊക്കെ അവരുടെ ഉള്ളിലാണ്, അവരെയാണ് ഹേർട്ട് ചെയ്യുന്നത്, എന്നിട്ട് അവർ പുറത്തുള്ളവരെ എന്താക്കുന്നത്. പക്ഷേ ഈ സിഗരറ്റ് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാത്ത ഒപ്പമുള്ളവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ വരുന്നൊക്കെ എല്ലാവർക്കും അറിയാം. എല്ലാം അറിഞ്ഞിട്ടും അറപ്പ് തോന്നിക്കും വിധമാണ് സിഗരറ്റിൻ്റെ മേലെയും അതുപോലെ ഹാൻഡ്സിൻ്റെയൊക്കെ മേലെയുള്ള ഫോട്ടോസിലെ നമ്മൾ തറയിൽ കിടക്കുമ്പോൾ കാണാറുണ്ട് അല്ലേ. വളരെ അറപ്പ് തോന്നുന്ന ഈ ഫോട്ടോസുള്ള കാര്യം ഈ ഫ്രണ്ട് പോക്കറ്റിൽ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇഷ്ടത്തോടെ വലിക്കുന്ന ഇവരോടൊക്കെ എന്ത് പറഞ്ഞാണ് ഇവർക്ക് നന്നാക്കേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പുതിയ തലമുറയിലുള്ള കുട്ടികളോടാണ് പറയാനുള്ളത്, നിങ്ങളെ പ്രതീക്ഷയോടെ വളർത്തിയ അച്ഛനും അമ്മയും ഒക്കെയുണ്ട് അല്ലേ. ഏതോ ഒരു ഘട്ടത്തിൽ അവരും നിങ്ങളും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ എവിടെയോ ഒരു വിള്ളൽ വരാൻ കാരണം ഒരു പക്ഷേ ഈ ലഹരി ആയിരിക്കാം, ഈ മറ്റെന്തെങ്കിലും കാരണമായിരിക്കാം. എന്തൊരു കാരണത്തിൻ്റെ പേരിലാണെങ്കിലും ആ ഒരു ബന്ധത്തിന് വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്യാതെ രഹസ്യമായിട്ട് നിങ്ങൾ ഇത്തരത്തിൽ മോശമായൊരു പ്രവണതയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഓർക്കുക, കുഞ്ഞുനാളിൽ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങിയവരാണ് അവർ, നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചവരാണ് അവർ. അവരെ പ്രതീക്ഷകൾ തകർന്നു പോകും വിധത്തിൽ നിങ്ങൾ മാറാതിരിക്കുക. ഒന്നില്ലെങ്കിൽ നിങ്ങളെ മാത്രം ഒന്ന് ആലോചിക്കുക. ഒന്ന് എണീറ്റ് തൊട്ടപ്പുറത്തുള്ള ടോയ്ലറ്റിലോട്ടത് പോകാൻ പോലും ഒരാളുടെ സഹായം വേണ്ടി വരുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എത്ര ഭയാനകമാണ്. എത്ര ക്യാഷ് ഉണ്ടായാലും ഒന്ന് എണീറ്റ് നിങ്ങൾക്ക് അപ്പുറത്തുള്ള ടോയ്ലറ്റ് പോയി ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോലും പറ്റുന്നില്ലെങ്കിൽ അതിനൊക്കെ നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന, നിങ്ങൾ ഇന്ന് എൻജോയ് ചെയ്യുന്ന, നിങ്ങൾ ഇന്ന് ഭയങ്കര കളർഫുള്ളായി കാണുന്ന ഈ ഒരു ലോകം ഇതൊന്നും ഉണ്ടാവില്ല. ഈ കൂട്ടുകെട്ടുണ്ടാവില്ല. അതിൽ പലരും ലഹരിക്ക് അടിമപ്പെട്ട് മരിച്ചു പോയവരുണ്ടാവും, ചിലരെങ്കിലും രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവും. പക്ഷേ അവരാരും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ആ നരക ജീവിതം ജീവിക്കുമ്പോൾ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളവിടെ ആ കട്ടിൽ കിടക്കുമ്പോൾ ഒരു മനുഷ്യനും വരില്ല. ഈ കള്ളുകുടി ടീമിലോ അല്ലെങ്കിൽ കഞ്ചാവടിക്കാൻ കൂട്ടുണ്ടായിരുന്നവർ ആരും ഉണ്ടാവില്ല. നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു പക്ഷേ നിങ്ങൾ അവിടുന്ന് താങ്ങി എണീപ്പിക്കാൻ ഉമ്മയോ ഉപ്പയോ ഒക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ എന്തിനാണ് അവർ നിങ്ങളുടെ ഈ മൂത്രവും അപ്പിയൊക്കെ ആ ഒരു സമയത്ത് കോരേണ്ടി വരുന്ന ഒരു അവസ്ഥയിലോട്ട് അവരെ നയിക്കുന്നത്? ഇത്രയും കാലം നിങ്ങൾ നിങ്ങളുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ജീവിച്ചതെങ്കിൽ ഇനിയെങ്കിലും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടൊന്ന് ജീവിച്ചു നോക്കൂ.
എൻ്റെ ഈ സംസാരം ഒന്നും നിങ്ങളെ മാറ്റാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾക്ക് അതിനേക്കാളും വലുതാണ് നിങ്ങളുടെ ആ ഒരു അപ്പം കിട്ടുന്ന ഇത്തിരി സന്തോഷം. ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് യഥാർത്ഥ സന്തോഷം, അതൊരു ഇത്തിരി നേരത്തേക്കുള്ള ഒരു എന്താ പറയുക, തെറ്റായ ശരിക്കും റിയലായിട്ടുള്ളൊരു സംഭവമല്ല. ആ ഒരു മരുന്നിൻ്റെ പുറത്ത് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ആനന്ദമാണ്. റിയലായിട്ടുള്ള ആനന്ദം ഇതൊന്നുമല്ല മക്കളെ, ഇതൊന്നുമല്ല റിയലായിട്ടുള്ള ആനന്ദം. ജീവിതത്തിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് നമ്മളെ സ്നേഹിക്കുന്നവരുടെ കൂടെയുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ജീവിതം എല്ലാവർക്കും ജീവിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.